ഫസ്റ്റ് സെമസ്റ്ററിലെ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നുള്ള സബ്ജക്റ്റാണ് ഇന്ന് കവർ ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 3 ചാപ്റ്റർ അല്ല, മറിച്ച് അവസാനത്തെ 2 ചാപ്റ്റേഴ്സാണ്. ഫസ്റ്റ് വൺ ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് സെക്കൻഡ് വൺ പേഴ്സണാലിറ്റി. ഇത് നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ് കിട്ടിയിട്ടുള്ളത് തന്നെ ആയിരിക്കും. എന്നിരുന്നാൽ കൂടിയും ഇന്ന് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് കൺസോൾഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്. മീൻസ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ എല്ലാവരും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ക്ലാസ്സിനെ നോക്കിക്കാണണം. കാരണം അത്രമാത്രം ഒരു പ്രിസൈസ് ചെയ്തിട്ടാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്. സോ ആ ഒരു പ്രാധാന്യത്തോടു കൂടി ഇനിയിപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ക്ലാസ് നിങ്ങൾ അത്ര കണ്ണിങ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യം ലാംഗ്വേജും എഴുതി പിടിപ്പിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് മാത്രം മതിയാവും അവസാനത്തെ ഈ 2 യൂണിറ്റിന്, അഥവാ ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റിയും പേഴ്സണാലിറ്റിയും. വളരെ എലാബറേഷൻസ് തരില്ല, മറിച്ച് ഏതൊക്കെ പോയിന്റ്സുകൾ വേണം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും നമ്മൾ നിങ്ങൾക്ക് തരിക. ഏതൊക്കെ പോയിന്റ്സ് ആണ് ഇതിൽ വരുന്നത് എന്നുള്ളതായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതലായിട്ട് പറയുക. എക്സ്പ്ലനേഷൻ ഞാൻ ക്ലാസ്സിൽ പറയാത്ത എക്സ്പ്ലനേഷൻസ് മാത്രമായിരിക്കും ഇതിൽ കോട്ട് ചെയ്യുക. മറ്റുള്ളതെല്ലാം തന്നെ ക്വസ്റ്റ്യൻസിനും ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ട പോയിന്റ്സും മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ ആ ഒരു ഡയമെൻഷനിൽ തന്നെ എല്ലാവരും ക്ലാസ്സിലിരിക്കുക. നോട്ട്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം. ഏത് സ്ട്രാറ്റജിയാണോ നിങ്ങൾക്ക് ഉചിതമായത് ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണെന്നുള്ളതാണ്. സോ 5 യൂണിറ്റുകൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് വൺ നോക്കുന്നതാണ് ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്നുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് ഉള്ള യൂണിറ്റ് 4ലെ 10ഓളം ക്വസ്റ്റ്യൻസ് ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലുണ്ട്, അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടാവുക. അത് നിങ്ങൾക്ക് അതിൽ നിന്നും എടുക്കാവുന്നതാണ്. എല്ലാവരും ഇതിൻ്റെ സാന്ദർഭികവശാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം നിർബന്ധമായിട്ടും എല്ലാവരും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ ഒരു ക്ലാസ്സിൻ്റേത് കൂടാതെ നിങ്ങൾക്ക് PSC, അതേപോലെ തന്നെ KTET, CTET, HSA, HSST, LP, UP ഇങ്ങനത്തെ കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെ കാര്യങ്ങൾ കൂടി നമ്മുടെ ഈ ചാനൽ വഴിയും നമ്മുടെ ഈ ആപ്റ്റിക്സ് അക്കാദമി വഴിയും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇനി നിങ്ങൾ BEd കഴിഞ്ഞു, MEd കഴിഞ്ഞു, നിങ്ങൾ കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ ഗവൺമെൻറ് ജോലിയിലൊക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആവുന്നതാണ്. അല്ലാതെ BEdൽ മാത്രം നിങ്ങൾ ഒതുങ്ങി നിൽക്കേണ്ടതില്ല, BEd കഴിഞ്ഞാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. അതുകൊണ്ട് ഇവയെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇതിലൊന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്കൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാം. ഇതിൽ ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. 10ഓളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിലും മെയിൻലി ഇതിൽ 4 പോയിന്റ്സുകളാണ് എടുത്ത് പറയുന്നത്. ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് ഏതൊക്കെയാണെന്നും ക്രിയേറ്റിവിറ്റിയും അതിൻ്റെ സ്റ്റേജസും പ്രധാനമായിട്ടും ചോദിച്ചൊരു ചോദ്യമാണ്. അതുകൂടാതെ തന്നെ അസസ്മെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ് മറ്റൊരു ചോദ്യമാണ്. തിയറീസ് ഓഫ് ഇൻ്റലിജൻസ്. ഇങ്ങനെ 4 മേഖലയിൽ നിന്നുമാണ് ഈ 10ഓളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10 വീണ്ടും ഞാൻ പ്രിസൈസ് ചെയ്ത് പറഞ്ഞു തരികയാണ്. അത് നിങ്ങൾക്ക് ക്ലാസ് ഒന്നും കൂടി കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇൻ്റലിജൻസിൻ്റെ ടൈപ്സ് പറയുന്നുണ്ട്. 2 ക്രിയേറ്റിവിറ്റി എന്താണെന്നും അതിൻ്റെ സ്റ്റേജസും പറയുന്നുണ്ട്. 3 അസസ്മെൻറ്റ് ഓഫ് ഇൻ്റലിജൻസിൻ്റെ അസസ്മെൻറ്റ് എന്താണെന്ന് പറയുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ തിയറീസ് ഓഫ് ഇൻ്റലിജൻസ്. ഇങ്ങനെ 4 മേഖലകളാണ് ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓടിച്ചു നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് നിങ്ങൾ ക്ലാസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നതാണ്. എങ്കിലും ഞാനിവിടെ ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളുടെ ആ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇതൊക്കെ ഫോളോസ് നഷ്ടപ്പെടുത്തുന്നില്ല. തോണ്ടേക്സ് ആണ് ഈ ടൈപ്സ് പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായിട്ടും 3 ടൈപ്സുകളാണ് ഇൻ്റലിജൻസിൽ എടുത്ത് പറയുന്നത്. അതിലൊന്ന് സോഷ്യൽ ഇൻ്റലിജൻസ്, മറ്റൊന്ന് മെക്കാനിക്കൽ ഇൻ്റലിജൻസ്, ദ ലാസ്റ്റ് വൺ അബ്സ്ട്രാക്റ്റ് ഇൻ്റലിജൻസ്. ഇത് പേരുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഇൻ്റലിജൻസിൻ്റെ പ്രധാനപ്പെട്ട 3 ടൈപ്സുകൾ. സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യബിലിറ്റി ഗ്യാദർ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ ഇൻ്റലിജൻസിൽ വരും. ഇറ്റ് റെഫേഴ്സ് ടു ദി നാക്ക് ഓഫ് ഗെറ്റിംഗ് എലോങ് വിത്ത് പീപ്പിൾ. സോഷ്യലി ഇൻ്റലിജൻറ്റ് പേഴ്സൺ മേക്സ് ഫ്രണ്ട്സ് ഈസിലി ആൻഡ് അണ്ടർസ്റ്റാൻഡ്
ഹ്യൂമൻ റിലേഷൻഷിപ്സ്. മറ്റ് വ്യക്തികളുമായിട്ടുള്ള ബന്ധം അത് കറക്റ്റായിട്ട് കൊണ്ടുപോകാനും അവർക്ക് കഴിയും. അതുകൂടാതെ തന്നെ പെട്ടെന്ന് തന്നെ ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയെടുക്കാനും അവരെ കൊണ്ട് കഴിയും. അത്തരത്തിലുള്ള വ്യക്തികളെയാണ് സോഷ്യലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. അവർ സോഷ്യബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തെ ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഇൻ്റലിജൻസ് ആണ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡീൽ എഫക്റ്റീവ്ലി വിത്ത് മെഷീൻസ് ആൻഡ് മെക്കാനിക്കൽ കോൺട്രിവൻസസ്. മെഷീൻസ് ആൻഡ് മെക്കാനിക്കൽ കോൺട്രിവൻസസ് എന്നാണ്. ആ മെഷീൻസിനെയും അതല്ലെങ്കിൽ മെക്കനൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ കഴിയുന്ന എബിലിറ്റി ഉള്ള വ്യക്തികളെയാണെന്ന് പറയുന്നത് മെക്കാനിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ അബ്സ്ട്രാക്ട് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ മേക്കപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ മീറ്റ് ചെയ്യാൻ വ്യക്തിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇൻ്റലിജൻസ് ഉള്ള വ്യക്തികളെ അബ്സ്ട്രാക്ട് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന കാര്യത്തെ പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാൻ കഴിയുന്ന ആളുകൾ, പിന്നെ അല്ലെങ്കിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളെയാണെന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫോർമുലാസ് ഒക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ കഴിയുന്നവരെ, ഡയഗ്രാം നോക്കിയിട്ട് അതിനൊരു പിന്നെ ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ കഴിയുന്നവരെ, അല്ലെങ്കിൽ ന്യൂമറിക്കൽ അല്ലെങ്കിൽ വെർബൽ എബിലിറ്റീസ് ഉള്ളവരെ, അത്തരത്തിലുള്ള വ്യക്തികളെല്ലാം എന്താണ് സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് അതെന്താണെന്നും അതെങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നവർ, അത്തരത്തിലുള്ളവരെയാണ് അബ്സ്ട്രാക്ട് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അബ്സ്ട്രാക്റ്റിൻ്റെ മീനിങ് എന്താണ്? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പിന്നെ ടഫായിട്ടുള്ള കാര്യങ്ങളെ സോൾവ് ചെയ്തെടുക്കാൻ ആ ഒരു തരത്തിലുള്ള ഫാക്ടേഴ്സിനെയാണ് അബ്സ്ട്രാക്ട് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ 3 ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് ആണ് തോണ്ടേക്ക് പിന്നെ പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് സോഷ്യൽ ഇൻ്റലിജൻസ്, 2 മെക്കാനിക്കൽ ഇൻ്റലിജൻസ്, ദെൻ 3 അബ്സ്ട്രാക്ട് ഇൻ്റലിജൻസ്. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാവുന്നുണ്ടോ, ഓഡിയബിൾ ആണോ? ദെൻ നെക്സ്റ്റ്, സ്റ്റേജസ് ഇൻ പ്രോസസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. സ്റ്റേജസ് ഇൻ പ്രോസസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ഞാൻ പറഞ്ഞു ആദ്യം ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ ഫസ്റ്റ്ലി മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് 3 ടൈപ്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത് ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ സ്റ്റേജിങ് പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ക്രിയേറ്റീവ് തിങ്കിങ്ങിൽ പ്രധാനമായിട്ടും 3 സ്റ്റേജുകളാണ് എടുത്തു പറയുന്നത്. ഏതൊക്കെയാണ്? പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ ആൻഡ് ഇല്ലുമിനേഷൻ എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് വൺ, ഫോർത്ത് വൺ, വെരിഫിക്കേഷൻ. ഇങ്ങനെ 4 പ്രോസസ്സുകളിലൂടെയാണ് ക്രിയേറ്റീവ് തിങ്കിങ് പോകുന്നത് എന്നുള്ളതാണ്. അത് ആരാണ് കൊടുത്തിട്ടുള്ളത്? ഗ്രാം, വാൾസ് ആൻഡ് പാട്രിക് എന്നുള്ള വ്യക്തികളാണ്. 2 പേർ കൂടി ചേർന്നിട്ട് ഇൻഡിപെൻഡൻ്റ്ലി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സ്റ്റേജുകളാണ് എന്തെന്ന് പറയുന്നത്, ക്രിയേറ്റിവിറ്റിയെ കുറിച്ചുള്ള സ്റ്റേജുകളാണ് ഈ 4 എന്ന് പറയുന്നത്. ആ പേരൊന്നും ജസ്റ്റ് നോട്ട് ചെയ്യുക. പിന്നെ 4 സ്റ്റേജസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ആണ്, ഒന്ന് ഇൻക്യുബേഷൻ ആണ്, മറ്റൊന്ന് ഇല്ലുമിനേഷൻ ആണ്, ദെൻ ലാസ്റ്റ് വൺ വെരിഫിക്കേഷൻ ആണ്. ഈ 4 സ്റ്റേജുകളാണ് ഏതിൽ വരുന്നത്? ക്രിയേറ്റീവ് തിങ്കിങ്ങിൽ വരുന്നത്. ഇനി എന്താണ് ഈ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്താണോ ഒരു പ്രോബ്ലം എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തൊന്നിനെയാണോ മീറ്റ് ചെയ്യുന്നത്, ആ മീറ്റ് ചെയ്യുന്ന കാര്യത്തിനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുകയും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് എന്തെന്ന് പറയുന്നത് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്തൊരു ക്രിയേറ്റീവായിട്ടുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത്, അതിനെക്കുറിച്ച് വ്യക്തമായി പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു ഫോർമുല ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനെ വ്യക്തമായി ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റേജിനെയാണ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്, എങ്കിലും ഒന്ന് നോട്ട് ചെയ്യുക. ദെൻ മറ്റൊന്നെന്ന് പറയുന്നത് ഇൻക്യുബേഷൻ പീരീഡാണ്. നമുക്കൊരു ആശയമുണ്ട്, നമ്മൾക്കൊരു ഐഡിയ ഉണ്ട്. ആ ഐഡിയയെ നമ്മുടെ മനസ്സിൽ കടന്നിട്ടും അല്ലെങ്കിൽ അതിനെ മറ്റു കാര്യങ്ങളിലേക്ക് ഒബ്സർവ് ചെയ്തിട്ടും മറ്റുമൊക്കെ അതിനെങ്ങനെ ഗ്രോയിങ് ചെയ്ത് കൊണ്ടുവരണം, അതിനെ വളർത്തി കൊണ്ടുവരണം. അപ്പോൾ ആ വളർന്നു വരുന്ന ആ ഒരു സ്റ്റേജിനെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വളരാൻ ഒരു ടൈം നമുക്ക് അവിടെ ആവശ്യമായി വരും. ആ വളർച്ച നടക്കുന്നതിന് മുൻപേ നമ്മൾ ആ ആക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് എഫക്റ്റീവായിട്ടുള്ള പ്രൊഡക്ഷൻ നടന്നുകൊള്ളണമെന്നില്ല. സോ നമ്മളെ മനസ്സിലാണെങ്കിലും നമ്മൾ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തും ഒക്കെ പഠിക്കുന്ന ആ ഒരു സാഹചര്യത്തെയാണെന്ന് പറയുന്നത് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓവേർട്ട് ബിഹേവിയർ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓവേർട്ട് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ബിഹേവിയേഴ്സിനെയുമാണ് ഓവേർട്ട് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ഇൻക്യുബേഷൻ പീരീഡിൽ ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ളത്? ഓവേർട്ട് ബിഹേവിയറിനെയാണ്. ഓക്കെ, നമുക്ക് കണ്ട് കേട്ട് അനുഭവിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള
പിന്നെ ബിഹേവിയേഴ്സിനാണ് അല്ലെങ്കിൽ പ്രവൃത്തികളെയാണ് എന്ന് പറയുന്നത് ഒവേർട്ട് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കവേർട്ട് ബിഹേവിയർ. നിങ്ങൾ ഈ പേഴ്സണാലിറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഒവേർട്ട് ബിഹേവിയറും കവേർട്ട് ബിഹേവിയറിനെ കുറിച്ചൊക്കെ പിന്നെ അതിൽ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നത്. എന്താണ് ഒവേർട്ട് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സിനെയാണ് പിന്നെ ഒവേർട്ട് ബിഹേവിയർ എന്ന് പറയുന്നത്. പിന്നെ കവേർട്ട് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള നമ്മുടെ തിങ്കിങ്, നമ്മുടെ പെർസെപ്ഷൻ, നമ്മുടെ ഇൻസൈറ്റ്സ്, ഈ തരത്തിലുള്ളതിനെയാണ് കവേർട്ട് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറിയും അല്ലെങ്കിൽ ആ ഒരു കമ്പാരിസണും കൂടി നിങ്ങൾ ഇവിടെ നിന്ന് നോട്ട് ചെയ്യുക. അതിൽ ഇൻക്യുബേഷനിൽ പറയുന്നത് ഒവേർട്ട് ബിഹേവിയർ എന്നുള്ളതാണ്, അഥവാ ഒബ്സർവബിൾ ബിഹേവിയർ എന്നുള്ളതാണ്. ദിസ് സ്റ്റേജ് ക്യാരക്ടറൈസ്ഡ് ബൈ overt behavior. During this stage, one can make rest or sleep or do even some other problems. Just and nothing is added to egg, but only it is kept warm. So, during this period, incubation, no ന്യൂ നോളജ് ഓർ എക്സ്പീരിയൻസ് ഈസ് ആഡഡ് ടു ദി എക്സിസ്റ്റിംഗ് സ്റ്റോക്ക്. അതായത് നമുക്കൊരു ഐഡിയ ഉണ്ട്, നമുക്കൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ വന്നു, ആ ഐഡിയയിലേക്ക് മറ്റു പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും കൂട്ടിച്ചേർക്കില്ല ഈ ഇൻക്യുബേഷൻ പീരീഡിൽ. അങ്ങനെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നും ഡൈവേർട്ട് ചെയ്തു പോകും. നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ കാര്യത്തെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, എന്താണോ ഐഡിയ ഉള്ളത് ആ ഐഡിയ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പിന്നെ ഒബ്സർവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുള്ളത്. സോ ഡ്യൂറിങ് ദിസ് പീരിയഡ് ഇൻക്യുബേഷൻ നോ ന്യൂ നോളജ് ഓർ എക്സ്പീരിയൻസ് ഈസ് ആഡഡ് ടു ദി എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് എന്നുള്ളതാണ്. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഇല്യൂമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ അപ്പിയറൻസ് ഓഫ് ദി സൊല്യൂഷൻ ടു ദി പ്രോബ്ലം. നമ്മൾ എന്താണോ ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്ക് നമ്മളിലേക്ക് വന്നിട്ടുള്ളത്, അതിൽ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പ്രിപ്പറേഷൻ നടത്തി, രണ്ടാമത്തെ ഇൻക്യുബേഷൻ സ്റ്റേജും കഴിഞ്ഞു, അടുത്തത് വരുന്നത് നമുക്ക് സഡൻ ആയിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള സൊല്യൂഷൻസ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ വരും. അപ്പോൾ ആ സൊല്യൂഷൻസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്റ്റേജാണ് ലാസ്റ്റ് സ്റ്റേജ്, വെരിഫിക്കേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെദർ ദ സൊല്യൂഷൻ ഈസ് ദ കറക്റ്റ് വൺ ഓർ നോട്ട്, കറക്റ്റ് വൺ ആണോ അല്ലെങ്കിൽ കറക്റ്റ് വൺ അല്ലേ എന്നുള്ളത്, നമ്മളിപ്പം എടുത്തിട്ടുള്ള സൊല്യൂഷൻ കറക്റ്റ് അല്ലേ ആണോ അല്ലയോ എന്നുള്ളത് വെരിഫിക്കേഷൻ സ്റ്റേജിലായിരിക്കും നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു, കാര്യങ്ങളൊക്കെ പിന്നെ നടപ്പിലാക്കി, അല്ലെങ്കിൽ നമ്മളൊരു ഡ്രോയിങ് ആണ് നടത്തുന്നതെങ്കിൽ ആ ഡ്രോയിങ് വരച്ചു, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉദിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനൊരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ആ കംപ്ലീറ്റ് ചെയ്ത ആ ഔട്ട്പുട്ട് നോക്കിയിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പിന്നീട് ചിലപ്പോൾ എന്ത് വേണ്ടി വരും, വീണ്ടും മോഡിഫിക്കേഷൻസ് നടത്തേണ്ടി വരും. അപ്പോൾ മോഡിഫിക്കേഷൻസും കൂടി അതിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ 4 സ്റ്റേജുകളിലൂടെയാണ് എന്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്, സ്റ്റേജസ് ഇൻ ദി പ്രോസസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് എന്നുള്ള കാര്യം എടുത്തു പറയുന്നത്. ആരാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്? 4 സ്റ്റേജസ് ഗ്രാം, വാൾസ് ആൻഡ് പാട്രിക് എന്നുള്ള 2 വ്യക്തികളാണ്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, പ്രിപ്പറേഷൻ ആണ്. ദ പ്ലാൻ ഓഫ് ആക്ഷൻ ഈസ് ഫോർമുലേറ്റഡ്. ദ പ്ലാൻ എന്നുള്ളതാണ്, ദ പ്ലാൻ ഓഫ് ആക്ഷൻ ഈസ് ഫോർമുലേറ്റഡ് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. ദെൻ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഗ്രോയിങ് സ്റ്റേജിനെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇല്യൂമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഇൻസൈറ്റ്സ് അത് പെട്ടെന്ന് സഡൻ സൊല്യൂഷൻ നടത്തുന്നത്. മറ്റൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും, കോഹ്ലറുടെ തിയറി നിങ്ങൾക്കറിയാവോ? കോഹ്ലറുടെ തിയറി ഏതാണെന്ന് അറിയാവോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? കോഹ്ലറുടെ തിയറി ആർക്കറിയാം? കോഹ്ലർ എന്ന് പറഞ്ഞ ലേണിംഗ് തിയറീസ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? നിങ്ങൾ ആരും ക്ലാസ്സസ് ഫോളോ ചെയ്യുന്നില്ലേ? നമ്മൾ തന്നിട്ടുള്ള ക്ലാസ് അല്ലേ, ഞാൻ വളരെ ചുരുക്കിയാണ് തന്നിട്ടുള്ളത് ക്ലാസ്. മാത്രവുമല്ല അതിനെ മൊത്തം ഓവറോൾ ആയിക്കൊണ്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിൽ കുറച്ച് തിയറീസ് നമ്മൾ എടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ തിയറീസിൽ ഒരു തിയറിയാണ് കോഹ്ലറുടെ തിയറി എന്ന് പറയുന്നത്. കോഹ്ലറുടെ തിയറിക്ക് പറയുന്ന പേര് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറി എന്നുള്ളതാണ്. കോഹ്ലറുടെ തിയറി ചിമ്പാൻസിയെ കൊണ്ടാണ് ആ തിയറി എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുള്ളത്. ചിമ്പാൻസിയുടെ മുന്നിൽ ഒരു കൂട്ടിനുള്ളിൽ 2-3 വടികൾ വെച്ചു. ഒന്നൊന്ന് ജോയിൻ ചെയ്യാൻ പറ്റും തരത്തിലുള്ള വടികളായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ആ കൂട്ടിൻ്റെ മുകൾ ഭാഗത്ത് പഴവും കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടിലേക്ക് ചിമ്പാൻസിയെ കൊണ്ടേയിട്ടു. ഒറ്റ പിടുത്തത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ചിമ്പാൻസിക്ക് ആ പഴം പിടിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആ ചിമ്പാൻസി ആ കൂട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് അവസാനം ചാടി പിടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ചാട്ടം ചാടി നോക്കി, കിട്ടിയിട്ടില്ല. അപ്പോൾ തൊട്ട് സൈഡിൽ 2-3 വടികൾ ഇരിക്കുന്നത് കാണുന്നു. അതിൽ ഒരു വടിയെടുത്ത് നോക്കുന്നു, അത് കിട്ടുന്നില്ല. ആ വടിയെടുത്ത് പറിക്കാൻ നോക്കുന്നു, കിട്ടുന്നില്ല. അടുത്ത വടിയെടുത്ത് നോക്കുന്നു, അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഒരു ഐഡിയ ഉദിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു ഹോൾസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് തിരികെ വെക്കുന്നു. അപ്പോൾ കുറച്ചും കൂടി നീട്ടം കിട്ടുന്നു, അത് എത്തിപ്പിടിക്കാൻ നോക്കുന്നു. അപ്പോൾ ഒന്നും കൂടി വീണ്ടും ഒരു ഐഡിയ വരികയാണ്, അടുത്ത വടിയും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് എത്തുമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഉൾക്കാഴ്ച
സഡൻ ആയിട്ട് വരികയാണ്, പെട്ടെന്ന് തോന്നുന്നതാണ്, ഇൻസൈറ്റാണത്, ഉള്ളിലുള്ള കാഴ്ചയാണ്. ആ കാഴ്ച പെട്ടെന്ന് വരികയാണ് ചെയ്യുന്നത്. അതിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഇല്യൂമിനേഷൻ എന്ന് പറയുന്നത്. ഇല്യൂമിനേഷൻ. ഓക്കെ, ക്ലിയർ ആണെന്നല്ലോ. അതുതന്നെയാണ് അവിടെ വേറെ പിന്നെ സെയിം തന്നെ ബോക്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോഹ്ലറുടെ തിയറി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറി എടുത്ത് പഠിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ബനാന പ്ലസ് വടി ആയിരിക്കും കാണുക, ചിലപ്പോൾ ബോക്സ് പ്ലസ് ബനാന ആയിരിക്കും കാണുക. ഇങ്ങനത്തെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഇല്യൂമിനേഷൻ എന്താണ്, ഇൻക്യുബേഷൻ എന്താണ്, പ്രിപ്പറേഷൻ എന്താണ്. നിങ്ങളൊരു ഡിസൈനർ ആണെങ്കിൽ ഡിസൈനിങ്ങിലേക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തി, അതേപോലെ തന്നെ ഒരു ഇൻക്യുബേഷൻ പീരീഡിലേക്ക് വന്നു, നിങ്ങളത് അനലൈസ് ചെയ്തു, അതിനുശേഷം ഇല്യൂമിനേഷനിലേക്ക് വന്നു, അത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നോക്കി, എന്നിട്ട് അതിന് ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ വാലുവേഷൻ നടത്തുന്നു. അത് ക്ലിയർ ആണോ അല്ലേ എന്നുള്ളതൊക്കെ വാലുവേഷൻ നടത്തുന്നു. അതും ഒരു ക്രിയേറ്റിവിറ്റി തന്നെയാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന മാറ്റർ എന്ന് പറയുന്നത് സ്റ്റേജസ് ഇൻ പ്രോസസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ഭാഗമാണ് മെഷേഴ്സ് ഓഫ് ഇൻ്റലിജൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയാണ് എന്തെന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഈ മെഷേഴ്സ് ഓഫ് ഇൻ്റലിജൻസിൽ നമ്മൾ പ്രധാനമായിട്ടും 2 കാര്യത്തെ എടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഒന്ന്, സം ഓഫ് ദി സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റലിജൻസ് ടെസ്റ്റ്സ്. സ്റ്റാൻഡേർഡൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അറിയാമോ? ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം വേർഡ് വരുന്നത് മാനവ ഏകീകൃതം എന്നുള്ളതാണ്. മാനവ ഏകീകൃതമായിട്ടുള്ള എന്തൊന്നിനെയും സ്റ്റാൻഡേർഡൈസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിപ്പം സ്കൂൾ തലത്തിൽ 10ാം ക്ലാസ് എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലത്തും 10ാം ക്ലാസ് ടെസ്റ്റ് നടത്തുന്നുണ്ട്, SSLC എന്നുള്ളത്. അപ്പോൾ ഈ SSLC എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ നടത്തുന്ന ഒന്നാണ് ആ ടെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്. എന്നതുപോലെ തന്നെ സം ഓഫ് ദി സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റലിജൻസ് ടെസ്റ്റിൽ വരുന്ന ഒന്നാണെന്ന് പറയുന്നത് സ്റ്റാൻഫോർഡ് ബീനെ ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഏതാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്? സ്റ്റാൻഫോർഡ് ബീനെ ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് മെൻ്റൽ ഏജ് എന്ന് പറയുന്നത്. മെൻ്റൽ ഏജ്, ക്രൊണോളജിക്കൽ ഏജ് എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് മെൻ്റൽ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആശയം കൂടി നിങ്ങൾ നോക്കുക. സ്റ്റാൻഫോർഡ് ബീനെ ടെസ്റ്റ്, അതിനൊരു ഇക്വേഷനുമുണ്ട്, ആ ഇക്വേഷനും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ മറ്റൊരു മെഷേഴ്സ് ഓഫ് ഇൻ്റലിജൻസിൽ വരുന്നതാണ് കോൺസെപ്റ്റ് ഓഫ് ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് എന്ന് പറയുന്നത്, IQ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ IQയിൽ വെസ്ലർ അഡൽട്ട് ഇൻ്റലിജൻസ് സ്കെയിലാണ് വരുന്നത് എന്നുള്ളതാണ്. IQയിൽ വെസ്ലേഴ്സ് അഡൽട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ അഥവാ WAIS എന്നുള്ളത്. അതേപോലെ തന്നെ ഇൻ്റലിജൻസിൽ ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റ് എടുത്ത് പറയുന്നുണ്ട്. ഈ ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റ് നമ്മൾ ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് ഇൻ്റലിജൻസ് അസസ് ചെയ്യുന്ന, കുട്ടികളുടെ ഇൻ്റലിജൻസ് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. അവിടെ ഇതിൽ കുറച്ച് പിന്നെ ടൈപ്സുകൾ എടുത്ത് പറയുന്നുണ്ട്. ഈ ടൈപ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേർഡുകൾക്ക് അടിസ്ഥാനത്തിൽ തന്നെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് തരുന്ന PDF-ലും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഉള്ളതാണ്. ഒന്ന്, ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ടെസ്റ്റ്സ് വരുന്നുണ്ട്. 2, വെർബൽ ആൻഡ് പെർഫോമൻസ് ടെസ്റ്റ് വരുന്നുണ്ട്. 3, യൂസ് ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റ്സ്. അതായത് ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റിൽ ഇൻ്റലിജൻസും ഗ്രൂപ്പ് ടെസ്റ്റും, ഇൻഡിവിജ്വലും ഗ്രൂപ്പുമാണ് വരുന്നത്. 2 വെർബൽ ആൻഡ് പെർഫോമൻസ് ടെസ്റ്റുമാണ്. ഇനി നിങ്ങൾ ഈ ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റിൽ ഇൻഡിവിജ്വലും ഗ്രൂപ്പും പറഞ്ഞു, വെർബൽ എന്താണെന്ന് പറഞ്ഞു, പെർഫോമൻസ് എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം ഇതിൻ്റെ യൂസസിനെ കുറിച്ചും പറയണം, ലിമിറ്റേഷൻസിനെ കുറിച്ചും പറയണം. പിന്നെ അവസാനമായിട്ട് ഒരു ടെസ്റ്റ് കൂടി വരുന്നുണ്ട്, കൾച്ചർ ഫെയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റുകളാണുള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്. ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഒന്ന് വേറെയാണ്, ഗ്രൂപ്പ് ടെസ്റ്റ് ഒന്ന് വേറെയാണ്. രണ്ടാമത്തത് വെർബൽ ആൻഡ് പെർഫോമൻസ്. വെർബൽ ടെസ്റ്റ് ഒന്ന് വേറെയാണ്, പെർഫോമൻസ് ടെസ്റ്റ് വേറെ ഒന്നാണ്. ദെൻ ലാസ്റ്റ് വൺ വരുന്നത് കൾച്ചർ ഫെയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്കൂൾ തലത്തിലൊക്കെ ഇൻ്റലിജൻസ് ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, കുട്ടികളുടെ ഇൻ്റലിജൻസ് ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ള ഈ ഒരു 2, 4, 5 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റുകളാണ്. 1 ഇൻഡിവിജ്വൽ ടെസ്റ്റ്, 2 ഗ്രൂപ്പ് ടെസ്റ്റ്, 3 വെർബൽ ടെസ്റ്റ്, 4 പെർഫോമൻസ് ടെസ്റ്റ്, 5 കൾച്ചർ ഫെയർ ടെസ്റ്റ്. അതിനുശേഷം നിങ്ങൾക്ക് എസ്സേ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റിനെ കുറിച്ചും പറയുക, ലിമിറ്റേഷൻസ് ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റിനെ കുറിച്ചും പറയുക. സോ ഞാനിവിടെ പറഞ്ഞു, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾ കാണുക, മനസ്സിലാക്കുക. ഞാൻ ആദ്യമേ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യുന്നില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകളായിട്ട് തന്നിട്ടുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ തരുന്നില്ല. എന്നാൽ ഇവ നിർബന്ധമായിട്ടും ഒരു 90-80% ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായതുകൊണ്ടാണ് വീണ്ടും നിങ്ങൾക്കത് റിവിഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് തരുന്നത്, അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ എന്ന രീതിയിൽ നിങ്ങൾക്കിത് എത്തിച്ചു തരുന്നത്. അത് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ആ ഒരു ഡയമെൻഷനിൽ വേണം ഇത്തരത്തിലുള്ള പോയിന്റ്സുകളെ നിങ്ങൾ നോക്കിക്കാണാൻ. കൂടുതലായിട്ട് നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നിട്ടുള്ള ലിങ്ക് ക്ലാസ്സിലേക്ക് പോവുക, ക്ലാസ്സുകളിൽ കയറി കാണുക. ഇതിനെ ഒരു പിക്ചറൈസ്ഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസിൽ ഇൻ്റലിജൻസ് ടെസ്റ്റും ഉണ്ട്, ഇൻഡിവിജ്വൽ ടെസ്റ്റും ഉണ്ട്, ഗ്രൂപ്പ് ടെസ്റ്റും ഉണ്ട്. ഇൻഡിവിജ്വൽ ടെസ്റ്റിൽ വെർബൽ നോൺ വെർബൽ പെർഫോമൻസും ഉണ്ട്, ഗ്രൂപ്പ് ടെസ്റ്റിൽ വെർബലും നോൺ വെർബലും ഉണ്ട്. ആ ടൈപ്പിലും നിങ്ങൾക്കതിന് ഒന്നും കൂടി ക്ലാരിറ്റി കൊടുക്കത്തക്ക രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ദെൻ അടുത്ത ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു മേഖലയാണ് ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്നുള്ള ഭാഗത്ത് തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് തിയറീസ് ഓഫ് ഇൻ്റലിജൻസ്. അത് ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇത് കാണണം. ഈ തിയറീസ് ഓഫ് ഇൻ്റലിജൻസിൽ ഏതെങ്കിലും ഓരോന്നെടുത്തിട്ടും നമ്മളോട് എസ്സേ ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ചോദിച്ച് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതിൽ സെപ്പറേറ്റ് ആയിട്ട് ഈ തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്? ഒന്ന് യൂണിറ്ററി തിയറി ഓർ മൊണാർക്കിക് തിയറി എന്ന് പറയുന്നത്, 2 സ്പിയർമാൻസ് 2 ഫാക്ടർ തിയറി എന്ന് പറയുന്നത്, 3 തോണ്ടെക്സ് മൾട്ടി ഫാക്ടർ തിയറി എന്ന് പറയുന്നത്, 4 തേഴ്സ്റ്റൺസ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. ഇവിടെ ഉള്ള ഈ 4 തിയറീസും ഫാക്ടർ അടിസ്ഥാനത്തിലാണ്. ഒരു ഫാക്ടർ മാത്രമുള്ളതിനെ യൂണിറ്ററി എന്നും, 2 ഫാക്ടർ ഉള്ളതിനെ 2 ഫാക്ടർ എന്നും, 2ൽ കൂടുതൽ ഫാക്ടറിനെ മൾട്ടിപ്പിൾ എന്നും, പിന്നെ ഗ്രൂപ്പ് ഓഫ് ഫാക്ടർ തിയറി എന്നും പറയുന്നു. ഇവ ഓരോന്നിൻ്റെയും വ്യക്തികളെയും എടുത്ത് നോട്ട് ചെയ്യണം. അതിൽ യൂണിറ്ററി ഓർ മൊണാർക്കിക് തിയറിയുടെ വ്യക്തിനെ എടുത്ത് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല, എങ്കിൽ അത് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, ആൾ വേണമെന്ന് നിർബന്ധമല്ല. പക്ഷേ മറ്റുള്ളതിനെല്ലാത്തിനും വ്യക്തികൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ യൂണിറ്ററി അല്ലെങ്കിൽ മൊണാർക്കിക് തിയറിക്ക് പല വ്യക്തികളായിട്ട് പല റെഫറൻസിലും കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളത് എഴുതണമെന്ന് നിർബന്ധമല്ല. സ്പിയർമാൻസിൻ്റെതാണ് 2 ഫാക്ടർ തിയറി, തോണ്ടെക്സിൻ്റെതാണ് മൾട്ടി ഫാക്ടർ തിയറി, തേഴ്സ്റ്റൻ്റെയാണ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി. ഇവ 4 എന്ത് തന്നെയാണ്? ഫാക്ടേഴ്സ് തിയറിയാണ്. ഇനി അടുത്ത് വരുന്നത് ഗിൽഫോർഡ്സ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത്. ഇത് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇവയിലെല്ലാം തന്നെ ഓരോന്നെടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്, എങ്കിലും ഗിൽഫോർഡ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ എന്നുള്ളത് ചിലപ്പോൾ എടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഹൊവാർഡ് ഗാർഡ്നേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്, ഹൊവാർഡ് ഗാർഡ്നേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. മിനിമം ഒരു 6 തിയറികൾ നിങ്ങൾ ഇതിൻ്റെ ഭാഗത്തു നിന്ന് എടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ തിയറീസ് ഓഫ് ഇൻ്റലിജൻസിലെ കാര്യം കൂടി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഷുവറായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്നുള്ള യൂണിറ്റിലുള്ള മുഴുവൻ എസ്സേയും, ആകെ 2 എസ്സേ ആയിരിക്കും ഉണ്ടാവുക. 2ൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. ഒരു യൂണിറ്റിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും വരിക, പക്ഷേ ആ ഒരു ക്വസ്റ്റ്യനിൽ 2 ചോദ്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു 2ൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. ഇനി ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനോട് കുറച്ചെങ്കിലും അടുപ്പം നിൽക്കുന്ന ആൻസർ അവിടെ എഴുതി പിടിപ്പിച്ചാലും മതി. പേജസ് നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്യണം. 6 പേജാണ് ഒരു എസ്സേക്ക് നിങ്ങൾക്ക് എഴുതാനുള്ളത്. 6 പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 താളാണ് ഒരു എസ്സേക്ക് നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരുന്നത്. സോ ഈ ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്നുള്ള ഈ ഒരു 2 ഭാഗത്തിൽ 2 ഏരിയയിൽ, ഈ ഒരു യൂണിറ്റിൻ്റെ 2 ഏരിയയിലുള്ള കണ്ടന്റുകൾ ഒന്നും കൂടി പ്രിസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്, ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് പറയുന്നുണ്ട്, തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് പറയുന്നുണ്ട്, മെഷേഴ്സ് ആൻഡ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസും പറയുന്നുണ്ട്, ക്ലാസ് ടീച്ചേഴ്സ് അസസിങ് ദ ഇൻ്റലിജൻസ് ഓഫ് ഹിസ് സ്റ്റുഡൻസ് പറയുന്നുണ്ട്, ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റ് പറയുന്നുണ്ട്. ദെൻ മീനിങ് ഓഫ് ക്രിയേറ്റിവിറ്റി, അതിൻ്റെ നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നും, സ്റ്റേജസ് ഓഫ് പ്രോസസ് ക്രിയേറ്റീവ് തിങ്കിങ് എന്താണെന്നും, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്താണെന്നും, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ക്രിയേറ്റീവ് ചിൽഡ്രൻ, യൂസ് ഓഫ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി, യൂസ് ഓഫ് നോൺ ടെസ്റ്റിംഗ് ടെക്നിക്സ്, ഫോസ്റ്ററിംഗ് ക്രിയേറ്റിവിറ്റി എമംഗ് ചിൽഡ്രൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ്, തിയറീസ് ഓഫ് ഇൻ്റലിജൻസ്, മെഷേഴ്സ് ആൻഡ് ടെസ്റ്റ്സ് ഓഫ് ഇൻ്റലിജൻസ്, ദെൻ സ്റ്റേജസ് ഇൻ ദി പ്രോസസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ഇത്രയും ക്വസ്റ്റ്യൻസിനെ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ 100% പഠിച്ചാൽ ഷുവറാണ് മക്കളെ, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ 4 ചോദ്യം മാത്രം നിങ്ങൾ ഈ യൂണിറ്റിൽ നിന്ന് പഠിച്ചാൽ മതി. ഈ 4 ചോദ്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് ഒരു ചോദ്യം വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. അത് നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. 6 പേജിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇനി ഇവിടെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കൂ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചതാണ്. അതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. ഡിസ്ക്രൈബ് ദ ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ്. രണ്ടാമത്തെ ഡിഫൈൻ ക്രിയേറ്റിവിറ്റി, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി. മൂന്നാമത്തെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ 2 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. ഇവിടെ നോക്കുക, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ 2 ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. 2 ഫാക്ടർ തിയറി എടുത്ത് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ തേഴ്സ്റ്റൺസ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. Then describe the individual and group intelligence test. Describe your assessment of intelligence. Assessment of intelligence ഞാൻ എടുത്ത് പറഞ്ഞതാണ്. Explain Thorndike's multi-factor theory of intelligence. Discuss the Guilford's structure of intellect theory. Then find out the relationship between creativity and intelligence. Describe Gardner's multi
മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള 4 മേഖല മാത്രമാണ്. ഒന്ന് ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് എന്താണ്, രണ്ടാമത്തെ ക്രിയേറ്റിവിറ്റി, അതിൻ്റെ സ്റ്റേജസ് എന്താണ്, മൂന്നാമത്തെ അസസ്മെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ്, നാലാമത്തെ തിയറീസ് ഓഫ് ഇൻ്റലിജൻസ്. ഈ തിയറീസ് ഓഫ് ഇൻ്റലിജൻസിൽ 6 ഓരോന്നായിട്ട് എടുത്ത് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. സോ ആ ഒരു ഇൻട്രസ്റ്റോടുകൂടി അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ ഈ ഒരു യൂണിറ്റിനെ മൊത്തമായി നോക്കിക്കാണുക. സോ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോവല്ലേ? ക്ലിയർ ആണോ? മറ്റെന്തെങ്കിലും കൂടുതലായിട്ട് ഈ യൂണിറ്റുമായി പറയേണ്ടതുണ്ടോ?